ശനിയാഴ്ച രാവിലെ ഇവിടെ ലാൻഡ് ചെയ്ത് എന്റെ അമ്മ പിറ്റേന്ന് വൈകിട്ട് 5 മണിയുടെ ഒറ്റ ബസ്സിന് തന്നെ തിരിച്ച് നല്ലിയിലോട്ട് സ്ഥലം വിടുവാണ് കേട്ടോ. അമ്മയെ ബസ് കയറ്റി വിടാൻ പോകുന്ന വഴിക്ക് ഞാൻ കടവൂർ ഒരു കടയിൽ കയറി അമ്മയെ കൊണ്ട് തന്നെ ഒരു ഇഡലിക്കുട്ടം വാങ്ങിപ്പിച്ചു. കാര്യം എന്തെന്ന് വെച്ചാൽ ഇഡലിക്കുട്ടത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇനിയിപ്പോ അമ്മ തന്നെ കുറ്റം പറയാലോ. എന്നാലും ഏട്ടൻ പറയുന്നത് പോലെ അത് ഞാനരയ്ക്കുന്ന ഇഡലിമാവിന്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും എന്നെ ഒരു ശത്രുവായി കണ്ട് അകറ്റി നിർത്താതെ എന്നെ ഒന്ന് കടാക്ഷിക്കണേ എന്റെ ഇഡലി പരമ്പര ദൈവങ്ങളെ. ഇതിപ്പോ ഒരു ദോശ ഉണ്ടാക്കിയ കഥ പോലെ ഒരു ഇഡലി ഉണ്ടാക്കിയ കഥയാവോ? എന്തായാലും എന്തൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കിയ കഥ കേട്ടാലോ. കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്കും രാത്രിയിലും എല്ലാം ചോറ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാന്ന്. ഞാൻ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് വാങ്ങിച്ചു വെച്ചൊരു കോളിഫ്ലവർ എപ്പോൾ ഫ്രിഡ്ജ് തുറന്നാലും എന്നെ എടുക്കടി എന്നൊരു ഭാവത്തിലാണ് എന്നെ നോക്കുന്നത്. ഇനിയും ഫ്രിഡ്ജിനകത്ത് വെച്ച് മരവിപ്പിച്ച് അതിന്റെ പ്രാക്കുകളുണ്ടല്ലോ എന്ന് കരുതി അതെല്ലാം കൂടെ വെട്ടിക്കണ്ടിച്ചിട്ട് ഞാനൊരു കറിയും സെറ്റാക്കി കൂടെ ചപ്പാത്തി റെഡിയാക്കി. അടുക്കളയിൽ എന്റെ പണികളെല്ലാം തകൃതിയായിട്ട് നടക്കുമ്പോഴേ ഏട്ടനും മോളും കൂടെ അവിടെ ഹോംവർക്കുമായിട്ട് ഗുസ്തി പിടിക്കുമായിരുന്നു. അങ്ങനെ ഗുസ്തി എല്ലാം കഴിഞ്ഞ് അത്താഴം കഴിച്ചിട്ട് പിറ്റേന്നത്തേക്കുള്ള ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് നേരെ കയറി കിടന്നുറങ്ങി. അപ്പൊ ഓക്കെ ബൈ.